ആയിരുന്നു SFIയോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ എല്ലാ പൊള്ളത്തരങ്ങളും പൊളിച്ചെഴുതുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിശ്വാസമാവുകയും മറ്റുള്ള മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന പോലെ അവർ അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്ന 14 സ്ഥാനാർത്ഥികൾ നിർത്തുകയല്ല ഞങ്ങൾ ചെയ്തത്. ഓരോ ബാച്ചിനോടും 200 പേരടങ്ങുന്ന ബാച്ചാണ് ഇവിടെ ഓരോ വർഷം വരുന്നത്. ആ ബാച്ചിനോട് ഞങ്ങൾ അങ്ങോട്ട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ തന്നെ നിർത്തുക, ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് ജയിപ്പിക്കാം. അങ്ങനെ വിദ്യാർത്ഥികൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് യാതൊരു രാഷ്ട്രീയ ബേസ് നോക്കാതെ, പുറത്തവന്റെ രാഷ്ട്രീയം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, എന്തും പോകട്ടെ, അങ്ങനെ ഈ ക്യാമ്പസിൽ ഈ പ്രൊഫഷനോട് തികച്ചും പുലർത്തുമെന്ന് ഉറപ്പുള്ള ഒരു 100% പ്രൊഫഷണലായി പുറത്തു വരാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ അവർ തന്നെ നിർത്തുകയും അവർ തന്നെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. ക്യാമ്പസുകളിൽ കടന്നുകയറുന്നതിന് എന്തു മാർഗവും സ്വീകരിക്കാൻ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നതായി ചില തെളിവുകളുണ്ട്. ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ പ്രാർത്ഥനാ മുറികളുടെ മറവിൽ മത തീവ്രവാദ സംഘടന നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ റെയ്ഡ് നടന്നു. ഹോസ്റ്റൽ ലഘുലേഖകൾ, യാതൊരു നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ലഘുലേഖകൾ, ആയുധങ്ങൾ